ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൂഗിൾസ് ടെക്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സൈക്കിൾ ബ്രേക്ക് ലൈറ്റും സൈക്കിൾ ഹെഡ് ലൈറ്റുമായിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഫേസ് റിവീൽ ചെയ്യുന്നത്. നിങ്ങളാരും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരു മോണറ്റൈസേഷൻ ഒരു റീയൂസ്ഡ് കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഏണിങ്ങിൻ്റെ ഇത്തിരി പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഗൂഗിൾസ് ടെക്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു ഈ ബോക്സാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ വേറെ ഒന്നുമില്ല. അപ്പോൾ കവറൊന്ന് പൊട്ടിച്ച് അകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ള ഒരു ഹെഡ് ലൈറ്റും ഹോണുമാണ്. അതാണ് ഈ സാധനം. ഇത് മൊത്തത്തിൽ തന്നെ ഒരു 300 റുപ്പീസായി. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇത് ഹെഡ് ലൈറ്റ്, അതായത് വിത്ത് ഹോൺ എന്നാണ് പറയുന്നത്. എല്ലാ സാധനം ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ബാക്കി എല്ലാം എടുത്ത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മളൊരു ബ്രേക്ക് ലൈറ്റ് എന്ന് പറയുമല്ലോ, ബാക്കിലേക്ക്. അത് സാധാരണ ബ്രേക്ക് ലൈറ്റാണ്. അതായത് ഈ സാധനമാണ്. ചെറുതാണ് കേട്ടോ, നിങ്ങൾ കാണുന്നതല്ല. എത്രയല്ല, ആമസോണിലൊക്കെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇത് പറയുന്നത് ചെറുതായിട്ടാണ് കാണേണ്ടത്, ചെറുതായിട്ടാണ്. അടുത്തത് വേറെ വരെ നമ്മളെ 3 സാധനത്തിൽ കൂടെ വരണത് ഇതും. പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ടയറിലൊക്കെ വയ്ക്കുന്നുണ്ടല്ലോ, ടയറിലൊക്കെ രസമായിരിക്കണത് കാണിച്ചു തരാം. ഈ സാധനം വരുന്നുണ്ട്. ഇതിങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ കത്തണയാണ്. അപ്പോൾ അത് കണക്ഷൻ അവർ ഈ ബാറ്ററിയിലൊരു കുഞ്ഞ് സ്മോൾ പീസ് പേപ്പർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് കത്തത്തില്ല. ഇതിന് കൂടെ ഒരു 2 പേർ വരുന്നുണ്ട്. ഇതായി 2 പേർ. ഓക്കെ. പിന്നീട് വേറെ ഒന്നും വരുന്നില്ല. പിന്നെ ചാർജിങ് കേബിളുകൾ എല്ലാം റീചാർജബിളാണ്. പിന്നെ ഇതൊന്ന് ഫസ്റ്റ് ഒന്ന് കത്തിച്ച് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഞാൻ ഹെഡ് ലൈറ്റ് വിത്ത് ഹോൺ കാണിച്ചു തരാം. ഇതാണ് ഹെഡ് ലൈറ്റ് വിത്ത് ഹോൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹെഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ 3 മോഡുണ്ട്. ഫസ്റ്റ് സാധാരണ വിഷൻ ഉണ്ടോ, അത് ഇനിയിപ്പോൾ അടിച്ച ക്യാമറയിൽ മങ്ങിയോ. അപ്പോൾ ഇങ്ങനത്തെയാണ് സാധനം. പിന്നെ രണ്ടാമത് ലോ ലൈറ്റ്. പിന്നെ മറ്റേ ഫ്ലാഷാണ്, അതായത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇത്രയാണ് ഇതിൻ്റെ മോഡെന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇഷ്ടം പോലെ ഹോൺ വരുന്നുണ്ട്. അതായത് ഈ ബട്ടണും കൂടെ വരുന്നുണ്ട്. നമ്മൾ സൈക്കിളിൽ വയ്ക്കാവുന്നതാണ്. അതിപ്പോൾ അടിച്ച് കാണിച്ചു തരാം. അങ്ങനെ ഓരോ മോഡുണ്ട്. പിന്നീട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മാറും ഫോൺ. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം, മൈക്ക് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഹോൺ വരും. ഇപ്പം ഞാൻ ഒന്ന് മാറ്റി കാണിച്ചു തരാം, പ്രസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. കണ്ടോ, ഓരോ ഹോൺ ചേഞ്ച് ആയി വരും. ഇതാ ഇങ്ങനെ ഇത്ര ഹോൺ ഉണ്ടെന്ന് കാണിച്ചു തരാം. അടുത്ത് കാണിച്ചു തരാം. ഇഷ്ടംപോലെ ഹോൺ വരുന്നുണ്ട്. അതാണ് ഈ ഹെഡ് ലൈറ്റ് വിത്ത് ഹോൺ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ഈ ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈറ്റ് എന്ന് പറയുമ്പോൾ റീചാർജബിളാണ്. ഇതിൻ്റെ ബാക്കിൽ മറ്റേ റീചാർജ് കാണിച്ചു തരാം, സോറി. ഇതിൻ്റെ ബാക്കിലുണ്ട്, കണ്ടോ. ഇതിൻ്റെ ബാക്കിൽ ഒരു നീല കളറിലുണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ ഇതാ കാണിച്ചു തരാം. കണ്ടോ, ഒരു ഹോള് കണ്ടോ. അതിനകത്തൂടെ നമ്മൾ ചാർജ് ചെയ്യും. പിന്നീട് ഇതിനകത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ബാക്ക് വശത്ത് ഒരു ഓട്ടോ ഇതാണ്. ഇത് കണ്ടോ, ഞാൻ കൈ വെച്ചേക്കുന്നത് വേണ്ട. ഇതിൻ്റെ അകത്തോട്ടൊരു ഓട്ടുണ്ട്. അതിനകത്ത് നിന്നാണ് നമ്മൾ പോർട്ട് വെച്ച് ചാർജ് ചെയ്യുന്നത്. പിന്നെ റബ്ബർ ബാൻഡും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇഷ്ടം 2 വലുതും ചെറുതും വരുന്നുണ്ട്. നമ്മൾ ഇഷ്ടമുള്ള സൈക്കിളിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൽ ഇപ്പോൾ 4 മോഡ് വരണമെന്നുണ്ട് തോന്നുന്നത്. അപ്പോൾ ഇവിടെയാണ് ബട്ടൺ, ചെറിയൊരു ബട്ടൺ കണ്ട് ഈ ഫ്രണ്ടിലിവിടെ വെച്ചിട്ടുണ്ട്. കാണാമെന്നറിയില്ല, കാണാൻ തോന്നുന്നു. അതിലിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ കാണിച്ചു തരാം. ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ സൈക്കിളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ അടുത്ത മോഡ് മാറ്റാൻ. ഇപ്പോൾ ഓരോ മോഡാകും കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ അടുത്ത 3ാമത്തെ മോഡെന്ന് പറയുന്നത്
ഇങ്ങനെ കത്തിക്കൊണ്ട്. നാലാമത്തത് സ്റ്റിൽറ്റ് മോഡ്. അത് ഇങ്ങനെ തന്നെ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, അല്ല വേറെ ഒന്നുമില്ല. പിന്നെ അത് ചാർജ് ചെയ്യുമ്പം ചാർജിങ് ഇൻഡിക്കേറ്റർ ഉൾപ്പെടെ ഉള്ളതാണ്. പിന്നെ ഹോണ്. വേറെ മറ്റേ ഈ സാധനത്തിന് ഞാൻ ഇപ്പോൾ കണക്റ്റർ ഊരി കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ്. സോ അതിനകത്ത് നമുക്ക് ഈ സ്റ്റീൽ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തോ, ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇതിനകത്ത് സ്പ്രിങ്ങും 3 ബാറ്ററീസും വരുന്നുണ്ട്. അത് ഇതേ ഒരു പേപ്പർ ഇരിക്കുന്നത് കാണാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ. ഇവിടെ ഒരു പേപ്പർ, അതിനെ എടുത്ത് മാറ്റി. ഓക്കെ, ഇവിടെ വച്ചു. എന്നിട്ട് ഞാൻ ഇനി അതൊന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ക്ലോസ് ചെയ്യാം. കത്തി തുടങ്ങണുണ്ടോ? അപ്പോൾ ഇനി ഇങ്ങനെ വെച്ചിട്ട് ഷേക്ക് ചെയ്യാം. കത്തുന്നുണ്ട്. ഇങ്ങനെ വെച്ചാൽ കത്തിക്കോളും. അത് നമ്മൾ സൈക്കിളിൻ്റെ നമ്മളെ എയർ വാൾവ് ഉണ്ടല്ലോ, നമ്മളെ എന്താ പറയുക, ടയറിൽ കാറ്റ് എയർ ഫില്ല് ചെയ്യുന്ന ആ ഭാഗത്തേക്കുള്ള സാധനം അതാണ്. അത് നമുക്കിങ്ങനെ ഫിറ്റ് ചെയ്തങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഇരുന്നോളും. സാധാരണ 2 ടയറുള്ള സൈക്കിളിലൊന്നും ഇത് കയറത്തില്ല. അതാണ്, ശ്രദ്ധിച്ചോളണം. രണ്ടാമത്തെ ഇത് തന്നെയാണ്, കത്തിക്കോളും. അതിങ്ങനെ ഷേക്കാകുമ്പോൾ തന്നെ അതും കത്തിക്കോളും സാധനം. വേറെ ഒന്നുമില്ല, ഇത്രയും തന്നെയാണുള്ളത്. ഇതിൻ്റെ കൂടെ വേറെ കേബിൾസ്, 2 കേബിള് ചാർജ് ചെയ്താണ്ട്. ഇത് ഈ വലിയ റബ്ബർ ബാൻഡ് എന്ന് പറയുന്നത് ഇതാണ്, അതിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഇതാണ് വലിയ റബ്ബർ ബാൻഡ്. വലുതുമുണ്ട് നമ്മുടെ കൂടെ, ഇപ്പം ചെറുതുമുണ്ട് വലുതുമുണ്ട്. രണ്ടും നമുക്ക് സൈസ് നമുക്ക് ഇഷ്ടപ്പെട്ടല്ല, സൈസായിട്ട് സൈക്കിളിന് കണക്കായിട്ടുള്ള സൈസായിട്ടാണ് ഏതാണ്ട് 2 റബ്ബർ ബാൻഡ്സ്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഹെഡ്ലൈറ്റ് വിത്ത് ഹോൺ, അതായത് ഫ്രണ്ടിലോട്ട് കത്തുന്ന ഹോൺ. ഇതിൻ്റെ ഹോണും കൂടെ ഉണ്ട്, കിളി വിളിക്കുന്ന ശബ്ദം പോലെയാണ്. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രയും തന്നെയാണുള്ളൂ. ഇനി ചാർജിങ്ങിൻ്റെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിൽ ഫിറ്റ് ചെയ്യണത്, ഈ സാധനം എങ്ങനെയൊന്ന് ഫിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഭാഗമുണ്ട്, ഈ റബ്ബർ ബാൻഡ് ഒരു സാധനം, അതിൽ നിന്നാണ്ട് ഈ ക്ലിപ്പുണ്ട്, ഈ ഓട്ടയുണ്ട്, അത് ഇങ്ങനെ അനുസരിച്ച് ഇങ്ങനെ അങ്ങ് വലിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിനകത്ത് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ടൈറ്റായിട്ട് ഇരുന്നോളൂ. എല്ലാം ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഹോണും ഇതേപോലെ തന്നെയാണ്, റബ്ബർ പോലത്തേന്. ഇത് മാത്രം എങ്ങനെ വലിച്ചിടുന്നതെന്ന് കാണിച്ചു തരണമെങ്കിൽ ഞാൻ എൻ്റെ സൈക്കിളിൽ ഒന്ന് കാണിച്ചു തരാം. ഏതാണ്ട് ഇങ്ങനെ ഈ കൊളുത്തുണ്ട്, അല്ലുകൾ ഇങ്ങനെ വെച്ചിട്ട് ആ കമ്പിയിൽ കൂടെ ബാക്കിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ സിമ്പിളാണ്, എല്ലാം ഈസിയാണ്. ഇനി ചാർജിങ്ങിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് ചാർജ് ചെയ്ത് കാണിച്ചു തരാം. സോ വെയിറ്റ് പ്ലീസ്. സോ നമുക്ക് ചാർജിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ കേബിൾ വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ നമ്മുടെ സൈക്കിളിൻ്റെ ലൈറ്റ് ഒന്ന് ചാർജ് കാണിച്ചു തരാം. സോ ഈ പോർട്ടൊന്ന് ഓപ്പൺ ചെയ്യുക. ഈ പോർട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഭാഗത്തേക്കൊന്ന് കുത്തി കൊടുക്കുക. ഇതിന് ലൈറ്റും ഉണ്ട് കേട്ടോ, അറിയാൻ പറ്റും. ഇങ്ങനെ കുത്തി കൊടുക്കുക. കയറാൻ ഇത്തിരി പാടുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, കയറ്റി. ഇനി നമുക്കിതൊന്ന് ചാർജ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ചാർജ് ചെയ്യാം. സോ നമുക്ക് ചാർജിങ് പോർട്ടിലോട്ടൊന്ന് കുത്താം. ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഓക്കെ ഫിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. കണ്ടോ, ഒരു ലൈറ്റ് കത്തി നിങ്ങൾക്ക് കാണാമല്ലോ. സൈക്കിൾ ഹെഡ്ലൈറ്റിലോട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, കാണാമല്ലോ അല്ലേ? കാണാൻ തോന്നുന്നു. ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഒരു ചുവപ്പ് ലൈറ്റ് എത്തണം, കണ്ടോ? അതാണ് ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റേ ബ്രേക്ക് ലൈറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ബ്രേക്ക് ലൈറ്റ് കുത്തിയിട്ട് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ബ്രേക്ക് ലൈറ്റിന് നേരെ ഈസി ആയിട്ട് റെഡ് കളറെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അത് ഒരു ലൈറ്റാണ് കത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രണ്ടിൻ്റെ ചാർജിങ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ഇനി ഞാൻ സൈക്കിളിൽ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഈ സാധനം ഒന്ന് എടുത്തിട്ട് ഈ റബ്ബറൊന്ന് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ട് ഈ സൈക്കിളിൽ ഈ റബ്ബർ ഇങ്ങനെ പിടിച്ചിട്ട് സൈക്കിളിൽ ഇങ്ങനെ വയ്ക്കുക. റബ്ബർ ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് റബ്ബറിനെ ബാക്കി കൂടെ ഒന്ന് അടിച്ചെടുക്കുക. കമ്പിയുടെ ബാക്കി കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് ഫിറ്റായി. സൈക്കിളിൽ നമുക്ക് ഓൺ ചെയ്താൽ ലൈറ്റ് കത്തും. സോ ഇനി നമുക്ക്
ഫസ്റ്റ് ഹെഡ്ലൈറ്റ് ഒന്ന് നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് സൈക്കിളിൽ വെച്ചിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. ഇതൊക്കെ ഉണ്ടോ, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഹോൺ അടിച്ചാൽ കേൾക്കാം. ഇത് കാണിച്ചു തരാം. ലൈറ്റിങ് എത്തും. ഓക്കെ, അപ്പോൾ നേരെ റൂമിലോട്ടൊന്ന് പോകാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സോ എല്ലാവർക്കും ബൈ.